മുംബൈയിലേക്കാണ്. ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാണ്. ശ്രീനാഥ്, എന്താണ് മുംബൈയിലെ സാഹചര്യം? ശ്രീനാഥ്. റീജിത്ത്, മുൻപ് പലപ്പോഴും ഈ പണിമുടക്ക് ദിവസങ്ങളിൽ മുംബൈ എങ്ങനെയാണോ ഉണ്ടാവാറുള്ളത് അതേ കാഴ്ച തന്നെ. കാരണം പണിമുടക്ക് ഒരു തരത്തിലും മുംബൈ നഗരത്തെ ബാധിച്ചിട്ടില്ല. ഞാനിപ്പോൾ മുംബൈയിലെ ഒരു വിപണിയിലേക്ക് വന്നതാണ്. രാവിലെ എന്താണ് കാഴ്ച എന്ന് നോക്കാൻ വേണ്ടി. ഇവിടെ സജീവമായി തന്നെ പച്ചക്കറി വിപണിയൊക്കെ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നു. ഓട്ടോ തൊഴിലാളികളൊക്കെ സാധാരണ പോലെ ജോലി എടുക്കുന്നു. സർക്കാർ ബസ്സുകൾ ഇന്ന് രാവിലെ പതിവ് പോലെ തന്നെ സർവീസ് നടത്തുന്നുണ്ട്. എവിടെയും ഗതാഗതം സംവിധാനങ്ങൾ തടസ്സപ്പെട്ടിട്ടില്ല. ലോക്കൽ ട്രെയിൻ, സബർബൻ ട്രെയിനുകളൊക്കെ അതുപോലെ തന്നെ സഞ്ചരിക്കുന്നു. അങ്ങനെ മുംബൈ സാധാരണഗതിയിലാണ്. എവിടെയും സമരത്തിൻ്റെ എന്തെങ്കിലും ഒരു കാഴ്ച സൂചനകൾ ഒന്നും തന്നെ മുംബൈയിലില്ല. ഇന്നിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ പതിവ് പോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ബാങ്കിങ്, ഇൻഷുറൻസ് മേഖലകളിൽ കാര്യമായി സമരം ഉണ്ടാകും എന്നതാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഓഫീസ് സമയമാകുമ്പോൾ ബാങ്കിങ് മേഖലയിൽ എത്രത്തോളം ആളുകൾ, ജീവനക്കാർ ജോലിക്ക് എത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ആ മേഖലയിൽ കുറച്ചുകൂടി ഈ സമരത്തിൻ്റെ ചില സൂചനകൾ കാണാൻ കഴിയും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മുംബൈ നഗരത്തിൽ കാര്യമായ ചലനങ്ങളില്ല. ഒരു കാലത്ത് മിൽ തൊഴിലാളികൾ, തുണിമിൽ തൊഴിലാളികൾ സജീവമായി ഉണ്ടായിരുന്ന കാലമാണ്. അന്ന് CITU അടക്കമുള്ള തൊഴിലാളി സംഘടനകൾക്ക് വലിയ സ്വാധീനം മുംബൈയിലുണ്ടായിരുന്നു. പക്ഷേ കാലം മാറി. ഇന്ന് അത്തരം സാഹചര്യങ്ങൾ ഒന്നുമില്ല. അതുതന്നെയാണ് ഈ പണിമുടക്ക് ദിനം പ്രതിഫലിക്കുന്നത്. റിജിത്ത്. ശരി, മുംബൈയിൽ ജനജീവിതം സാധാരണ നിലയിലാണ്. കടകളടക്കം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. വാഹനങ്ങൾ സാധാരണ നിലയിൽ തന്നെ സർവീസ് നടത്തുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ പൊതുവെ സാധാരണ നിലയിലാണ് ജനജീവിതം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മണിക്കൂറിൽ. ബീഹാറിൽ വന്ദേ ഭാരത് ട്രെയിൻ തടഞ്ഞതൊക്കെ ഒഴിച്ചാൽ മറ്റ് സാധാരണ നിലയിൽ തന്നെ ജനജീവിതം മുന്നോട്ട് പോകുന്നു എന്നാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന വിവരം.